തൈപ്പൂയം കഴിഞ്ഞ് ആളും ബഹളവും എല്ലാം മാറി. ഈ ക്ലിപ്പുകളെല്ലാം ഞാൻ എടുത്തു വെച്ചത് തൈപ്പൂയത്തിന് 2 ദിവസം മുന്നേ ഉള്ളപ്പോഴാണ്. കാരണം ഊരുവിറ്റ് 2 ദിവസം ഉണ്ടായിരുന്നു. ഊരുവിറ്റെന്ന് പറഞ്ഞാൽ ദൈവം നാട് കാണാൻ ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ തൈപ്പൂയത്തെ പറ്റി എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത്? എനിക്കും വലുതായൊന്നും അറിയില്ല, എങ്കിലും മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. മകരമാസത്തിലെ ആദ്യത്തെ പൂർണ്ണചന്ദ്ര ദിവസത്തിലെ പൂയം നക്ഷത്രം ആഘോഷിക്കുന്ന ഒരു ഹിന്ദു തമിഴ് ഉത്സവമാണ് തൈപ്പൂയം. പാർവതീദേവി തൻ്റെ മകനായ മുരുകന് ഒരു ദിവ്യ വേൽ നൽകുന്നു. അത് വെച്ച് അസുരപത്മനെ കീഴടക്കിയതിൻ്റെ ഉത്സവമാണ് നമ്മൾ തൈപ്പൂയം ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിൽ വിവിധ ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നുണ്ട്. അതായത് നിരവധി ഭക്തർ അവരുടെ മുഖത്തോ അല്ലെങ്കിൽ നാവിലോ ചർമ്മത്തിലോ വേൽ തുളയ്ക്കുന്നതിനെയാണ് തൈപ്പൂയം എന്ന് പറയുന്നത്. ചിലർ അതിനെ ചൂടുള്ള കനലിലൂടെ നടക്കുകയും മാത്രമല്ല, ഇന്ത്യയിലും മലേഷ്യയിലും സിംഗപ്പൂരിലും തൈപ്പൂയ ഉത്സവം ആഘോഷിക്കപ്പെടുന്നു. എല്ലാ വർഷവും പൗഷ്യ പൗർണമിയുടെ ഈ ദിവസത്തിലാണ് തൈപ്പൂയം ഉത്സവം ആഘോഷിക്കുന്നതായി ആളുകൾ പറയപ്പെടുന്നത്. വ്രതമനുഷ്ഠിക്കുകയും മുരുകനെ ആരാധിക്കുകയും ചെയ്യുന്നു. ഭക്തർ ഈ ചടങ്ങിനായി മുൻകൂട്ടി ശുദ്ധിക്രിയ നടത്തേണ്ടതാണ്. ഉത്സവങ്ങൾ നിരവധി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിലും തൈപ്പൂയം ഹിന്ദു വേദഗ്രന്ഥങ്ങളനുസരിച്ച് മുരുകൻ നരകം, ഭൂമി, സ്വർഗം എന്നിവ കീഴടക്കിയ സൂപ്രതമൻ എന്ന ക്രൂരനായ രാക്ഷസനുമായി യുദ്ധം ചെയ്യുകയും 3 പിശാചുക്കൾ പ്രപഞ്ചത്തെ ക്രൂരമായി പീഡിപ്പിക്കുകയുമായിരുന്നു. അവർ അഹങ്കാരം, ക്രോധം, അത്യാഗ്രഹം എന്നിവയുമായി സാമ്യപ്പെടുത്തിയിരിക്കുന്നു. മുരുകൻ്റെ അമ്മയായ പാർവതി തൻ്റെ മകന് വേൽ ഒരു ദിവ്യശൂലം സമ്മാനമായി നൽകി. അതിന് തിന്മയെ പരാജയപ്പെടുത്താനുള്ള കഴിവുള്ളതായി പറയപ്പെടുന്നുണ്ട്. യുദ്ധക്കളത്തിൽ പോയി തൻ്റെ ശക്തി ഉപയോഗിച്ച് ശൂരപത്മനെ ആക്രമിച്ചപ്പോൾ മുരുകൻ ശൂരപത്മനെ പരാജയപ്പെടുത്തുന്നു. അതിലൂടെ അസുരനെ ഇല്ലാതാക്കി ദേവന്മാർ ലോകത്തിന് സമാധാനം കൊണ്ടുവന്നു. അന്നു മുതൽ ഈ ദിവസം തൈപ്പൂയമായി ആഘോഷിക്കപ്പെടുന്നുണ്ട്.
പഴനിയിലൊരു ദേവനായി ബാലസുബ്രഹ്മണ്യനായി പഴനിയിലൊരു ദേവനായി ബാലസുബ്രഹ്മണ്യനായി വേണ്ടി ജ്ഞാനവലയിൽ കോമഡിയോ സുന്ദരൻ കുമാരൻ മേലുറങ്ങോ. മലമുകളിലെ ശരവണൻ ബാലസൂര്യ സുന്ദരൻ പത്മകമണിയാഴ്മേൽ മുരുകാമേൽ മലമുകളിലെ ശരവണൻ ബാലസൂര്യ സുന്ദരൻ പത്മകമണിയാഴ്മേൽ മുരുകാമേൽ മല കോട്ടയിൽ ഈ ശിവ പാർവതി പുത്രനെന്ന് പേർ നിറഞ്ഞാട്ടോ. തൈപ്പൂയ ദിനത്തിൽ ആഘോഷിക്കുന്നവർ 48 മണിക്കൂർ മുമ്പ് തന്നെ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. കാവടി എടുക്കുമ്പോഴും മുരുകന് വഴിപാടുകൾ അർപ്പിക്കുമ്പോഴും കാവടി വഹിക്കുന്നവർ വിപുലമായ ഒരു ആചാരം നടത്തേണ്ടതുണ്ട്. അവർ ബ്രഹ്മചര്യം പാലിക്കുകയും ദിവസത്തിലൊരിക്കൽ ശുദ്ധവും സാത്വികവുമായ ഭക്ഷണം മാത്രം കഴിക്കുകയും ചെയ്യുന്നു. കാവടി വഹിക്കുന്നവർ എല്ലാവിധ ലൗകിക പ്രവർത്തനങ്ങളെയും അപലപിച്ചുകൊണ്ട് കർശനമായ അച്ചടക്കത്തോടുകൂടിയുള്ള ജീവിതം നയിക്കുന്നു. ചടങ്ങിൻ്റെ ഭാഗമായി ഭക്തർ മഞ്ഞയും ഓറഞ്ചും നിറമുള്ള വസ്ത്രങ്ങളെ ധരിക്കുന്നു.
തൈപ്പൂരാട്ടിൽ ഭക്തർ ശിവന്റെ മകനായ മുരുകനെ ആരാധിക്കുകയും അവരുടെ ജീവിതത്തിലെ എല്ലാ ദുഷ്ടതകളെയും നശിപ്പിക്കാൻ അവന്റെ കൃപ നേടുകയും ചെയ്യുന്നു. ശരിക്കും ഉത്സവത്തിടക്കുകൾ തുടങ്ങിയ അന്ന് തന്നെ ആഘോഷങ്ങളും തുടങ്ങിയിരുന്നു. എല്ലാവരും നാടിനെ ഉണർത്തിയ ഒരു ഉത്സവമായിരുന്നു തൈപ്പൂയം. കാരണം രാവിലെ മുതൽ ഏകദേശം ഒരു മണി വരെയൊക്കെ റോഡിൽ ഇതേ തിരക്കായിരുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ ഈ ഉത്സവം ഞാൻ മുടക്കിയിട്ടില്ല. എവിടെയാണെങ്കിലും ഈ ദിവസം ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ടാകും. കാരണം ഈ ആഘോഷം ഞങ്ങൾക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തതാണ്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിന് മുരുകൻ തന്നെയാണ് കാരണം. മുരുകനോടുള്ള പ്രാർത്ഥനയും ഭക്തിയും ഈ നാട് മുഴുവനുണ്ടായിരുന്നു. നാടിനെ മുഴുവൻ ഉണർത്തിയ ഒരു ഉത്സവം തന്നെയായിരുന്നു 2025 ഈ ഉത്സവം. ഉച്ചയ്ക്ക് ഉത്സവമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും കുളിച്ചൊരുക്കി അമ്പലത്തിലേക്ക് പോയി. കാരണം അമ്പലത്തിൽ ഞങ്ങൾ നേരത്തെ പോയിരുന്നെങ്കിലും എല്ലാം ഒന്നും നന്നായിട്ട് കാണാൻ പറ്റിയിരുന്നില്ല. കാരണം തിരക്കും ആളും ബഹളവും ഒക്കെ ആയിരുന്നില്ലേ. വീണ്ടും ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലേക്ക് പോകുമ്പോഴേക്കും ആ തിരക്കൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. റോഡിലൊക്കെ അങ്ങോ ഇങ്ങും തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത്യാവശ്യം ആളുണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാവരും ഉത്സവത്തിൻ്റെ ക്ഷീണമായിരുന്നു. ഡാൻസും പാട്ടും ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സമയമെടുത്തു അങ്ങെത്താൻ. കാരണം
റോഡിലൊന്നും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി ഓടിക്കാനാണെങ്കിൽ പിന്നെ നടന്നങ്ങ് വരെ പോകാനുള്ള ഒരു ആവതില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം, നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. തലേ ദിവസം ഞങ്ങൾ നടന്നാണ് അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിൽ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു. വീട്ടിൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ആളുകളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആരോ പാട്ട് പാടുന്നുണ്ടായിരുന്നു, അതൊക്കെ കേട്ടിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവരുടെ കാര്യം പറയാൻ വേണ്ടി ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവരെയൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു, നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഓക്കെ, ബൈ.